ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. AR റഹ്മാനും ഭാര്യയും വേർപിരിഞ്ഞു. സംഗീത സംവിധായകനും ഗായകനുമായ AR റഹ്മാനും ഭാര്യ സൈറയും വിവാഹമോചനം നേടി. ഭർത്താവുമായി വേർപിരിയുന്നതായി സൈറ തന്നെയാണ് തുറന്നു പറഞ്ഞത്. സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് ഇരുവരും വേർപിരിയാനുള്ള തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയത്. 1995 റഹ്മാൻ സൈറ വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സൈറ തന്റെ ഭർത്താവ് AR റഹ്മാനിൽ നിന്ന് വേർപിരിയാനുള്ള തീരുമാനമെടുത്തിരുന്നു. ബന്ധം തുടർന്നു പോകുന്നതിലെ വൈകാരിക സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. പരസ്പരം അഗാധമായ സ്നേഹം ഉണ്ടായിരുന്നിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത വിടവ് സൃഷ്ടിച്ചതായി ഇരുവരും കണ്ടെത്തി പ്രസ്താവനയിൽ പറയുന്നു. വേദനയും നിരാശയും കൊണ്ടാണ് താൻ ഈ തീരുമാനമെടുത്തതെന്ന് സൈറ വ്യക്തമാക്കി. ഈ പ്രയാസകരമായ സന്ദർഭത്തിൽ സൈറയുടെ സ്വകാര്യത മാനിക്കണം എന്നും വന്ദന ഷാ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഖദീജ, റഹീമ, അമീൻ എന്നിങ്ങനെ 3 കുട്ടികളാണ് റഹ്മാൻ സൈറ ദമ്പതികൾക്കുള്ളത്. ഗുജറാത്തി കുടുംബത്തിൽ നിന്നുള്ളയാളായിരുന്നു സൈറ ബാനു. തങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് റഹ്മാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമ്മയാണ് സൈറയെ കണ്ടെത്തിയതെന്നും താൻ അക്കാലത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലായിരുന്നു എന്നുമാണ് സിമി ഗരേവാളുമായുള്ള ഒരു ചാറ്റ് ഷോയിൽ AR റഹ്മാൻ പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ തനിക്ക് വധുവിനെ അന്വേഷിക്കാൻ സമയമില്ലായിരുന്നു. സിനിമകളും രംഗീലയുമെല്ലാം താൻ ബോംബെയിൽ ചെയ്യുന്ന കാലമായിരുന്നു. എങ്കിലും വിവാഹം കഴിക്കാൻ പറ്റിയ സമയമാണിതെന്ന് എനിക്കറിയാമായിരുന്നു. 29 വയസ്സായിരുന്നു അപ്പോൾ എനിക്ക് പ്രായം. എനിക്ക് ഒരു വധുവിനെ കണ്ടെത്തിക്കോളൂ എന്ന് ഞാൻ തന്നെ അമ്മയോട് പറയുകയായിരുന്നു. തന്നെ അധികം പ്രയാസപ്പെടുത്താത്ത ലാളിത്യമുള്ള ഒരാളെ കണ്ടെത്തണം എന്നായിരുന്നു താൻ പറഞ്ഞതെന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു. ഓസ്കാർ പുരസ്കാര ജേതാവായ റഹ്മാൻ മിക്ക അവാർഡുകൾ ഏറ്റുവാങ്ങാനും സൈറയ്ക്കൊപ്പമായിരുന്നു പോയിരുന്നത്. ഈ വർഷം ജൂലൈയിൽ നടന്ന ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ ചടങ്ങിലാണ് അവസാനമായി ഇരുവരും ഒന്നിച്ച് പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംഗീത സംവിധായകൻ AR റഹ്മാനായിരുന്നു. 8 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നായിരുന്നു വാർത്തകൾ. സ്റ്റേജ് പരിപാടികൾക്കായി 3 കോടി രൂപയും റഹ്മാൻ വാങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതാ റഹ്മാനെ കടത്തിവിട്ടിരിക്കുകയാണ് യുവ സംഗീത സംവിധായകനായ അനിരുദ്ധ് രവിചന്ദർ. ഒരു സിനിമയ്ക്ക് 10 കോടി രൂപയാണ് അനിരുദ്ധ് പ്രതിഫലമായി വാങ്ങുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഷാരുഖ് ഖാൻ നായകനായിരുന്ന ബിഗ് ബജറ്റ് ബോളിവുഡ് ചിത്രം ജവാന് സംഗീതമൊരുക്കാനാണ് അനിരുദ്ധ് 10 കോടി പ്രതിഫലം വാങ്ങിയതെന്നാണ് വാർത്തകൾ. 32-കാരനായ അനിരുദ്ധ് 2012 പുറത്തിറങ്ങിയ ധനുഷ് ചിത്രമായ 3യിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ചിത്രത്തിലെ വൈ ദിസ് കൊലവറി എന്ന ഗാനമായിരുന്നു അനിരുദ്ധ് സംഗീതമൊരുക്കിയത്. പിന്നീട് തമിഴ് സിനിമയിൽ തിരക്കുള്ള സംഗീത സംവിധായകനായി അനിരുദ്ധ് മാറി. നിരവധി തെന്നിന്ത്യൻ ചിത്രങ്ങളിലും ഇതിനോടകം സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. മൈക്കിൾ ഫാത്തിമ എന്ന മലയാള ചിത്രത്തിൽ ഗായകനായും അരങ്ങേറ്റം കുറിച്ചിരുന്നു. ജവാനൊപ്പം ദളപതി, വിജയുടെ ലിയോ, രജനികാന്തിന്റെ ജയിലർ, ജൂനിയർ NTRന്റെ ദേവറ, കമൽഹാസന്റെ ഇന്ത്യൻ 2, അജിത് കുമാറിന്റെ വിടാമുയർച്ചി എന്നീ ചിത്രങ്ങളാണ് അനിരുദ്ധിൻ്റെതായി പുറത്തിറങ്ങാനിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഗായിക ശ്രേയ ഘോഷലാണ്. ശ്രേയ ഒരു ഗാനത്തിന് വാങ്ങുന്നത് 25 ലക്ഷം രൂപയാണ്. ബോളിവുഡ് പിന്നണി ഗായകരായ സുനീതി ചൗഹാനും അർജിത് സിംഗുമാണ് ശ്രേയയ്ക്ക് തൊട്ടുപിറകിൽ. 20 മുതൽ 22 ലക്ഷം വരെയാണ് ഇവരുടെ പ്രതിഫലം. സോനു നിഗം, ബാദ്ഷ എന്നീ ഗായകർ 20 ലക്ഷത്തിൽ കുറവ് പ്രതിഫലമേ വാങ്ങാറുള്ളൂ. ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ ഗായകരിൽ ഷാൻ, നേഹ കക്കർ, മിക്ക, ഹണി സിംഗ് എന്നിവരും ഉൾപ്പെടുന്നു.